ദേശീയ ശരാശരിയെ മറികടന്ന് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിലെ അമിത വർധനവ് ഈ വർഷം 2500 കോടിയിലധികം രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് കണക്ക്. അതേസമയം നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് KSEB. വേനൽ ചൂട് കഴിഞ്ഞാലും KSEBയിൽ നിന്നും പൊതുജനത്തിന് തിരിച്ചടി ഉറപ്പാണ്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതിയുടെ ഉപയോഗം കുത്തനെ വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് KSEB. വൈദ്യുതി ഉപയോഗത്തിലെ അമിത വർധനവ് മൂലം ഈ വർഷം KSEBക്ക് 2500 കോടിയിലധികം രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഉപയോഗം കുറയ്ക്കുകയും യൂണിറ്റിന് 7 രൂപയ്ക്ക് വൈദ്യുതി ലഭിക്കുകയും ചെയ്താൽ ബാധ്യത 2100 കോടിയായി പരിമിതപ്പെടുത്താമെന്ന KSEBയുടെ കണക്കുകൂട്ടലും തെറ്റിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിലെ വൈദ്യുതി ഇപ്പോൾ യൂണിറ്റിന് 10 രൂപയിൽ താഴെ ലഭ്യമല്ല. വേനൽ ചൂടിന്റെ പ്രതിസന്ധിയും കൂടി രൂക്ഷമായതോടെ 12 രൂപയ്ക്കാണ് നിലവിൽ വൈദ്യുതി വാങ്ങുന്നത്. 92 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്നും വാങ്ങേണ്ടി വരുന്നത്. ഈ ബാധ്യത മറികടക്കാൻ സർക്കാർ സഹായിക്കണം, അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും തുക ഈടാക്കണം. ജലവൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ചെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല. റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന സർചാർജിന് പുറമെ യൂണിറ്റിന് 10 പൈസ വരെ കൂട്ടാൻ അധികാരമുണ്ടെന്നിരിക്കെയാണ് KSEB നിരക്ക് വർധനവിലേക്ക് പോകുന്നത്. ജനം, തിരുവനന്തപുരം.